ഹായ് ഗായ്സ്, അപ്പോൾ മാസ്റ്റർ ഫ്രോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ എന്ന് പറയുന്ന ഫ്രോഗ് വെച്ചിട്ട് കുറച്ച് വരാൽ പിടിക്കാൻ വന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഹുക്ക് റേഷ്യോയുള്ളൊരു ഫ്രോഗാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹുക്കും കാര്യങ്ങളും ക്വാളിറ്റി സിവിലും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല കളറുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെച്ചിട്ടുള്ള മീൻപിടുത്തമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. നമ്മളിപ്പോൾ മീൻ പിടിച്ച് കഴിഞ്ഞിട്ട് ഇൻട്രോ എടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം വരാൽ കിട്ടിയിട്ടുണ്ട്, 3-4 വരാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സ്റ്റിക്ക് ഒന്ന് ഒടിഞ്ഞു പോവുക ചെയ്തു കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഇതുപോലെ സ്റ്റിക്ക് ഒടിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് സ്റ്റിക്ക് ഒടിക്കുന്ന സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഇനിയും നല്ല വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ലേറ്റ് ആവുന്നത്. നമുക്ക് സൺഡേ മാത്രമേ ഉള്ളൂ നമുക്ക് ഫിഷിങ്ങിന് വേണ്ടിയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസ് ഇപ്പോൾ നമുക്ക് കുറച്ച് അവധിയുണ്ട് കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇടാൻ ശ്രമിക്കാം. മീൻ കിട്ടുന്നത് പോലെ ഇനിയിപ്പോൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചങ്ങര അടിച്ചിട്ടുണ്ട്. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ. ഇപ്പോൾ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ നമുക്ക് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വരാലോ കേട്ടോ. നാടനല്ല, വിയറ്റ്നാം വരാലാണ്. എന്നാലും കൊള്ളാം, ഞാൻ കാണിക്കാം കേട്ടോ. ഉണ്ടോ, നാടനല്ല, വിയറ്റ്നാം കേട്ടോ. നല്ല സൈസ് വരാലോ കേട്ടോ. അത്യാവശ്യം നല്ല സൈസ് കണ്ടോ. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ ഇരിക്കുന്നുണ്ടോ. നല്ല കിടിലൻ ഹുക്കപ്പുള്ള ഫ്രോ കേട്ടോ ഇത്. ഹാലോവിനിൽ നമ്മുടെ ഫസ്റ്റ് മീൻ അവൻ കുടഞ്ഞപ്പോഴത്തേക്കിന് തന്നെ റിമൂവ് ആയി പോകുന്നിട്ടുണ്ട് കേട്ടോ. കയ്യിലെ തൊലി പോയെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടോ, നല്ലൊരു വരാൽ. നമ്മുടെ ഫ്രോഗ് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ. നല്ല അടിപൊളി സ്പിന്നറാണ് കേട്ടോ. ഇതിൻ്റെ ഒരു എന്താ പറയണ്ടേ, റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് താഴോട്ടിങ്ങനെ കുറച്ച് നീണ്ടൊക്കെ വരുന്നിട്ട് ടൈപ്പ് സ്പിന്നറാണ്. പിന്നെ അത്യാവശ്യം നല്ല റബ്ബർ ക്വാളിറ്റി കേട്ടോ. ഉണ്ടോ, മീൻ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഹുക്ക് ഇങ്ങനെ തിരിഞ്ഞു വരും. അതിൻ്റെ അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പോൾ മീൻ ഒരിക്കലും മിസ്സാകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. എന്തായാലും നമുക്ക് ഇതിനോട് ഇട്ടിട്ട് കാസ്റ്റ് ചെയ്യാൻ നോക്കാം. അടിച്ച് വളരെ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിൻ. ചമര ഇപ്പോൾ അടിച്ചിരിക്കുന്ന മീനാണ് കേട്ടോ. ഇതും വിയറ്റ്നാം വരാൽ തന്നെയാണ് കേട്ടോ. വിയറ്റ്നാം നാടനോടെ ക്രോസാണെന്ന് തോന്നുന്നു. അടിഭാഗം കൊണ്ടോ നല്ല വൈറ്റ് കളറാണ്, പ്യുവർ. എന്നാൽ കണ്ടു കഴിഞ്ഞാൽ നാടനാന്നേ പറയത്തുള്ളൂ കേട്ടോ. ഉള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസിൽ വരാല നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്നുണ്ടോ. ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവിനാണ് കേട്ടോ. ഞാൻ നല്ല ഹുക്കപ്പായിട്ടുണ്ട് കേട്ടോ. നമ്മൾ വലിയ ഹുക്കപ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് പതുക്കെയാണ് മീനെ വലിച്ച് കയറ്റിയത്. കണ്ടില്ലേ ഞങ്ങൾ? അതുകൊണ്ട് തന്നെ കണ്ടതേ താഴെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കിന് സാധനം റിമൂവ് ആയിട്ടുണ്ട്. എന്തായാലും അവൻ ഇഴഞ്ഞു പോകുന്നുണ്ട്. നമുക്കവനെ പിടിച്ച് ഗ്രിപ്പറെ തന്നെ ഇട്ടേക്കാം. നിൽക്കണം അവിടെ. മറ്റേ നല്ല പെടയാണ് കേട്ടോ. നന്നായിട്ട് പെടയ്ക്കുന്നുണ്ട്. അത് തുറക്കടാ. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ 2 വരാൽ കിടക്കട്ടെ. നമ്മളെ ഫ്രോഗ് ഒരു രക്ഷയില്ല കേട്ടോ. ചെറിയ ഹുക്കപ്പ് കൊടുത്താൽ മതി മീൻ കരയ്ക്കുക. കണ്ടോ, ചെറുതായിട്ടൊന്നും ഇത് കയറിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടല്ല, നന്നായിട്ട് കയറിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഹോളോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇപ്പം റബ്ബറിൻ്റെ മേളിലൊന്ന് കയറിയായിരുന്നു. നമ്മുടെ കൈയെല്ലാം മണ്ണായിട്ടുണ്ട്. ഇത് ഇവിടെ കിടന്ന് വരാൽ വെട്ടുന്നുണ്ട് കേട്ടോ. അടിച്ച് നോക്കാം. ഇവിടെ എന്തോ പൊടിമീൻ അടിച്ചാൽ അതുകൊണ്ടോ ഇവിടെ കിടന്ന് അടിച്ച് മറിയുന്നു. നമുക്ക് അപ്പുറത്ത് മാറിയുന്നുണ്ട്. കാഷ്ടിക്ക് നോക്കാം. വരാൽ പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ.
ഇത് കണ്ടോ, കാണാൻ പറ്റുമോ? കാണാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് ഇവിടെയൊക്കെ വരാൽ പൊങ്ങി നിൽപ്പുണ്ട്. ഇവിടെ പറഞ്ഞ പേരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അടിക്കുന്നു, നോക്കണം കണ്ടോ. പക്ഷേ വരെ അടുത്ത വരാലടിച്ചിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവീനിൽ ഇത് അടുത്ത വരാൽ. ഞാൻ പറഞ്ഞില്ല, അവിടെ എടുത്തിട്ട് ഇപ്പോൾ പോകുന്ന ഞാൻ കണ്ടതേ ഉള്ളൂ. അത്യാവശ്യം വരാലുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇതാട്ടോ നമുക്കിപ്പോൾ അടിച്ച മീൻ, ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവീനിൽ 3ാമത്തെ വരാൽ. അവന് റിമൂവായി താഴെ പോയിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് ഹുക്കപ്പ് ഒന്നും കൊടുക്കുന്നില്ല. ഇത്ര ഉള്ള കാരണം നമ്മൾ ചെറിയ ഹുക്കപ്പ് കൊടുത്തിട്ട് എടുത്ത് കരക്കിട്ടിടുക കേട്ടോ. ഇപ്പം കിട്ടിയ വരാൽ. അയ്യോ, കണ്ട, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് അല്ലേ. അപ്പം ഇതോടെ കൂട്ടി നമ്മുടെ 3ാമത്തെ വരാലോ കേട്ടോ ഇത്. കണ്ടോ, നല്ല അത്യാവശ്യം നല്ല സൈസിൽ വരാല. ഇപ്പം ഇവനെയും കൂടെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് അടുത്തവനെ പിടിക്കാം. എന്തോ അല്ല, അതിനകത്ത് നമ്മൾ ഈ ചെറിയ തവള പോലെ, ചെറിയ തവളയില്ലേ നമ്മുടെ, തവളയാണല്ലോ ഇവന്മാരുടെ മെയിൻ തീറ്റ. വരാൽ എല്ലാം ഈ തവളയൊക്കെ അല്ലേ പിടിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുണ്ടോ, ഒരു തവളയുടെ ഷേപ്പുള്ളൊരു സാധനമാണ്. പിന്നെ ഇതിൻ്റെ അറ്റത്ത് ചെറിയൊരു സാധനം, ഒരു സ്പിന്നർ പോലെ സാധനം കാണും, ഒരു ചെറിയ. അപ്പം അതിങ്ങനെ വെള്ളത്തിൽ കൂടെ വരുമ്പോൾ കറങ്ങി വരും. കറങ്ങി വരുമ്പോഴത്തേക്കിന് ഇത് തവള വരുന്ന പോലെ വരുന്ന വെള്ളത്തിൻ്റെ മേളിൽ കൂടെ. അപ്പോൾ ഇവന്മാർ കയറി പിടിച്ച് കഴിയുമ്പോൾ ഇതിന് 2 ചൂണ്ടയുണ്ട്. ഇത് കണ്ടോ, ആ ഇത് ഇവന്മാർ വിഴുങ്ങും. ഇത് വിഴുങ്ങുമ്പോഴത്തേക്കിന് കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വലിക്കുമ്പോഴത്തേക്കിന് ഇത് രണ്ടും കയറും. സാധാ നമ്മുടെ തവള പോലെ തന്നെ ഇരിക്കും. ഇത് കണ്ടോ, തീറ്റയൊന്നുമില്ല. ഇവന്മാർ ഈ അനക്കം കണ്ടിട്ടാണ് അടിക്കുന്നത്. എന്തായാലും നമുക്കൊന്നുകൂടെ നോക്കട്ടെ. ഇതിനകത്തുണ്ട്, ഈ കല്ലിൻ്റെ ഇറമ്പിലുണ്ട് മീൻ. അണ്ടേ അടുത്തടിച്ച് മച്ചാമാരെ നീ പോണു. അപ്പം നമ്മുടെ 4ാമത്തെ വരാല്. ഞാൻ പറ ഇപ്പം പോയിട്ട് അവിടെ വന്ന് പയ്യെ വെള്ളം എടുത്തിട്ടങ്ങ് പോയുള്ളൂ പുള്ളി. ഈ കല്ലിൻ്റെ അടിയിലേ ഉണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തട്ടോ. പക്ഷേ വിയറ്റ്നാം വരാല, നാടൻ വരാലല്ല. ആ അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈസ് വരാലോ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഒറ്റ സ്പോട്ടിൽ നിന്ന് ഇപ്പം 4ാമത്തെ മീനാട്ടോ. നല്ല പല്ലുണ്ട്. എടാ അടങ്ങടാ നീ. ഇപ്പം കിട്ടിയ വരാല് കണ്ടോ. പക്ഷെ നല്ല സൈസല്ല. അത് എൻ്റെ കൈ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇതുണ്ടോ, പക്ഷെ നല്ല സൈസ് വരാല്. ഇപ്പം നമുക്ക് കിട്ടിയ 3 വരാൽ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് കൂട്ടി 4ാമത്തെ വരാൽ. അതുപോലെ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഇവനെൻ്റെ കൈ കളയും കളയും. നല്ല ഫൈറ്റായിരുന്നു കേട്ടോ. സമ്മതിക്കുന്നില്ലല്ലോ ഇത്. നമ്മുടെ ഫ്രോ ഇരിക്കുന്നുണ്ടോ, ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഹാലോവീൻ. നല്ല ഹുക്കപ്പ് കേട്ടോ. ചെറിയ ഹുക്കപ്പ് ഞാൻ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു വലിച്ചു പറിച്ചുള്ള ഹുക്കപ്പൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഹുക്കപ്പ് കൊടുത്തിട്ട് ഞാൻ കയറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയുണ്ട് കേട്ടോ നമ്മുടെ മീൻ. അങ്ങനെയുണ്ട്. അപ്പം ഇവനെ നമുക്കിവിടെ ഊരിയിട്ടിട്ട് സമയം കളയാതെ അടുത്ത് തന്നെ പിടിക്കാം കേട്ടോ. നമുക്ക് അങ്ങോട്ടൊന്ന് എറിഞ്ഞു നോക്കാം. അവിടെ കുറച്ച് നേരമായിട്ട് ഒരു വരാൽ പൊങ്ങി നിൽപ്പുണ്ടായിരുന്നേ, മേളിൽ, വെള്ളത്തിൻ്റെ മേളിൽ. പക്ഷെ അവന് എടുത്തില്ല. പുള്ളിക്ക് തീറ്റ എടുക്കാനുള്ള സമയമായി കാണത്തില്ല. അടിച്ച് കാണ്ട പോണു. ചെറിയ മീനായിരുന്നു കേട്ടോ, അല്ലേ? ചെറിയ മീനായിരുന്നു. അത് പോയ കണ്ടോ, ഇവിടെ വന്നപ്പോൾ ഈ ചവിട്ടി വന്നപ്പോൾ അടിച്ചേ. ഒരു വലി കൊടുത്താണ് അവിടെ പോയി കിടപ്പുണ്ട് കേട്ടോ. ഗൈസ്, നമ്മുടെ ചൂണ്ടടിയിൽ കണ്ടു വന്നൊരു അപ്പച്ചൻ നമുക്ക് ഒരു കൂട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ എടുത്ത് സേഫായിട്ട് നമുക്ക് അതിനകത്തില്ല. ഞാനാണ് ഇന്ന് കൂടും എടുത്തില്ല കേട്ടോ. കൂടെടുക്കാൻ മറന്നുപോയി. അയ്യോ, നമ്മുടെ മീൻ ഉറുമ്പ് അടിക്കുന്നു കേട്ടോ. കണ്ടമാൻ ഉറുമ്പാ കേട്ടോ. ഉറുമ്പ് കടിക്കുന്നേ. ഇത് ഈ വാഴയുടെ ചെറിയ ഇല എന്ന് വെച്ചിട്ട് ഞാൻ തൂത്തങ്ങോട്ട് കൂടാ ഉറുമ്പിനെയൊക്കെ. ഓ, കടിയനുറുമ്പാട്ടോ ഇത്. നമ്മുടെ
ആയിട്ട് വരാലല്ലോ കേട്ടോ. എന്തായാലും പോലെ എന്തോ കേട്ടില്ല. ഇവിടുന്നാണ് കിട്ടിയത്? ആ ഇതിനകത്ത്. അതേ ഇവിടെ മുഴുവൻ ഈ കാടായിരുന്നേ. ഞാൻ നേരത്തെ വന്നിട്ടുണ്ട് ഇവിടെ. കാട് പോലെ ഈ കുറ്റിക്കാട് പോലെ ഇവിടെ കുടിച്ച് വെള്ളത്തിൽ അതെല്ലാം വെളുത്ത് കഴിഞ്ഞിട്ട് ഈ വീട്ടുകാർക്ക് വഴിക്ക് വേണ്ടിയിട്ട് വലിയിട്ട് കൊടുത്തു. ഇവർ തന്നെ ഇതിപ്പോ അപ്പൊ മീൻ പൊളിച്ചിരിക്കാൻ സ്ഥലമൊന്നുമില്ല. ആ മീൻ ഒളിച്ചിരിക്കാൻ സ്ഥലം കാടെല്ലാം പോയ കാരണം. അത് തന്നെ ഈ മാണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഇടിഞ്ഞിട്ടല്ലേ. അപ്പം അതിൻ്റെ അടി ചെറിയ അള്ളയൊക്കെ കാണാം, അതിനകത്തൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പം അതിന് അമ്മമാർക്കുള്ള സ്ഥലമില്ല, കാരണം എല്ലാം ഇങ്ങനെ പുറത്തോട്ട് നടക്കുക. കുറച്ച് പിന്നെ ഒരു അച്ഛൻ വന്ന് പറഞ്ഞു ഒത്തിരി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. നേരത്തെ ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു മീൻ. ഇപ്പം കുറവാന്നാണ് പറഞ്ഞത്. പക്ഷെ അത്യാവശ്യം ഉണ്ട്, വരാല് കിടപ്പുണ്ട്. അതെ അതെ, ചെറിയ തവള പോലെ ഇരിക്കും. അതെ, 2 ചൂണ്ടയുണ്ട്. ഇതാണ് അതിൻ്റെ പണിയല്ലേ. ഇത് വെച്ചിട്ട് അപ്പം ഇത് തവളയാന്നോർത്തൊന്ന് പിടിക്കുമ്പോൾ നമ്മൾ വലിക്കും. അപ്പം ആ 2 ചൂണ്ട കയറും. അതൊന്ന് അടിച്ചു നോക്കാം. വാ, ഉണ്ടെങ്കിൽ ഇപ്പോൾ പൊടിയും കേട്ടോ. ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ അവിടെ മീനുണ്ടെന്നേ. സ്ട്രൈക്ക് കിട്ടിയുണ്ടോ? ഓട്ടെ, അടുത്തതിന് അവൻ അടിയും. ഇവിടെ ഒന്ന് മറിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അച്ഛന്മാരത് ഇവിടെ ഞാറുനണ്ടിയിൽ നടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ടത്തിൻ്റെ നടുക്കൂടെ ഉള്ള തോടാണ്. ഇപ്പോൾ കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത് ഈ ചെറിയ തോട്ടിൽ കൂടെ കേട്ടോ. തോടല്ല, നമ്മളിവിടെ ചാലെന്നാണ് പറയുന്നതിന്. എന്തായാലും അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഏരിയ കാണുന്നുണ്ട്. അങ്ങേറ്റത്ത് ചെറിയൊരു പുല്ല് ഒക്കെ ഉള്ളൊരു സ്ഥലം. ഇവിടെ എല്ലാം വരമ്പൊക്കെ കുത്തി വെച്ചാൽ കേട്ടോ. അധികമായിട്ടില്ലേ വരമ്പ് കുത്തി വെച്ചിട്ട്. നമ്മളിത് ചവിട്ടി കളയൊന്നുമല്ല, ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ സേഫായിട്ട് ഇതിലേ പോകുന്നത്, അല്ല താഴും കേട്ടോ. അപ്പം ആ അറ്റത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ വീതി കുറഞ്ഞാണ് വരുന്നത്. അപ്പം അതിൻ്റെ സൈഡിൽ കുറച്ച് വരമ്പിൻ്റെ സൈഡിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഇതെല്ലാം തെളിച്ച് കഴിഞ്ഞ ദിവസം വാരി വെച്ചാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇവിടെയുള്ള മീനെ കനക്കം തട്ടിയപ്പോൾ അങ്ങോട്ട് കുറച്ച് കയറിയിട്ടുണ്ട്. നമ്മൾ വന്ന സ്ഥലത്തുനിന്ന് അങ്ങോട്ട് കുറച്ച് കയറി, ബാക്കിയുള്ളത് മുമ്പോട്ട് പോകാനാണ് ചാൻസ്. നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. വരാലിൻ്റെ കാര്യമായത് കാരണം പിന്നെ പറയാനും പറ്റത്തില്ല. പിന്നെ വരാലും ചെറുമീനും അങ്ങനെയുള്ള മീനുകളെല്ലാം ഈ ചെറിയ പുല്ലുകളൊക്കെ ഉള്ള സ്ഥലത്തേ നിൽക്കുള്ളൂ. തെളിഞ്ഞ സ്ഥലത്ത് നിൽക്കാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. പക്ഷേ നമ്മുടെ വിയറ്റ്നാം വരാൽ ഈ പറയുന്ന പോലെ തന്നെ തെളിഞ്ഞ സ്ഥലത്തെല്ലാം നിൽക്കും കേട്ടോ. അത് ഈ ചിലപ്പോൾ നടുക്കുന്നൊക്കെ വന്നടിക്കും. തോടിൻ്റെ നടുക്കുന്നതൊക്കെ ഒരു പായലും ഒരു അമ്പലമോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇതടിക്കും കേട്ടോ. ഇവിടെ നിന്നൊരു മീൻ ഇപ്പോൾ ഓടിപ്പോയിട്ടുണ്ട്. നമുക്ക് നേരെ കാസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല കാസ്റ്റിങ് കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല ഡിസ്റ്റൻസിൽ പോകുന്നുണ്ട്. ഇതുള്ള ചെറിയ പുല്ലൊക്കെ ഉള്ളിടത്ത് വരാൻ നിൽക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കണ്ടോ? പക്ഷെ വല അടിച്ചിട്ട് അയ്യോ, സ്റ്റിക്ക് അടിഞ്ഞു കേട്ടോ. അടിപൊളി സ്റ്റിക്ക് അടിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് വാഴുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ നമ്മുടെ കോമ്പസ് ഒടിഞ്ഞു പോയിരിക്കുകയാണ്. ഉണ്ടോ? ഈ ചെറിയ വരാല കേട്ടോ അടിച്ച്. എന്താണെന്നറിയത്തില്ല, ക്രാക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കേട്ടോ. എന്തായാലും സ്റ്റിക്ക് ഒടിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ സ്റ്റിക്ക് ഒടിക്കലിൻ്റെ സമയം കേട്ടോ. നമുക്ക് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് പറഞ്ഞല്ലോ ചെറിയൊരു ഹുക്കപ്പ് എടുത്തുള്ളൂ, ചെറിയ വരാലാണ്. ഇത് ഒടിഞ്ഞ എന്താണെന്ന് അറിയത്തില്ല. ഇനി എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടായിരുന്നായിരിക്കണം കേട്ടോ, അല്ലേ ഇത് ഒടിയാൻ വഴിയില്ല. എന്തായാലും നന്നായി. ഇപ്പം നമുക്ക് ഈ ഒടിഞ്ഞത് കൊണ്ട് എന്ത് ചെയ്യാൻ. ചെറിയ സൈസ് വരാലോ കേട്ടോ. വിയറ്റ്നാം വരാലാണ്. ഇത് തീറ്റയൊക്കെ തിന്നിട്ട് അവൻ്റെ വയറ് നിറഞ്ഞിരിക്കുക, എന്നിട്ടാണ് പിടിച്ചേക്കുന്നത്. നിങ്ങൾ കണ്ടില്ല, ഞാൻ ചെറിയൊരു ഹുക്കപ്പ് കൊടുത്തേ ഉള്ളൂ. അയ്യോ,
ഇപ്പം കിട്ടിയ വരാൽ കേട്ടോ. ചെറിയ സൈസാണ്. ഉണ്ടോ ഇതിൻ്റെ കളറൊക്കെ കണ്ടോ വാലിൻ്റെ? മറ്റേ മെറ്റാലിക് കളറൊക്കെ ഉണ്ട്, ഗ്രീനിഷ് കളറ് കണ്ടോ. ചെറുതായി ഇപ്പം വളർന്ന് വലുതാകാനുള്ള അപ്പോൾ ഇങ്ങനെ തിരിച്ച് വിട്ടേക്കാം കേട്ടോ. ബൈ. നമ്മുടെ ഒടിഞ്ഞ ചൂണ്ടയായിട്ട് നമുക്ക് എറിഞ്ഞ് നോക്കാം കേട്ടോ. കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ വരാലിനായതാണ് അധികം കാസ്റ്റിംഗ് ഒന്നും വേണ്ട. നോക്കാം. അടിച്ചു പോയി കേട്ടോ. ഇല്ല കേട്ടോ, ഉണ്ട്. അടിപൊളി മച്ചന്മാരെ. ഇതേപ്പോൾ നമ്മൾ ഒടിഞ്ഞ ചൂണ്ടയല്ല കേട്ടോ അടിച്ചിരിക്കുന്നത്. ഫ്രോഗ് കയറി മേളി വന്നപ്പോഴത്തേക്കിന് ഞാൻ ഓർത്ത് സാധനം പോയി കാണുമെന്ന് കേട്ടോ. കണ്ടോ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരാല കേട്ടോ. ഉണ്ടോ, നമ്മുടെ ഒടിഞ്ഞ സ്റ്റിക്കിലാട്ടോ നമ്മൾ പിടിച്ചിരിക്കുന്നത്. അൺഫിഷിൻ്റെ കോമ്പസ് എന്തോ ചെറിയ ക്രാക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് കിട്ടിയ മീൻ എടുത്തതിനകത്തിട്ടേക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ മീനെ. ഇപ്പോൾ കടി എന്തൊരു കടിയാണ് ഇവൻ. എൻ്റെ പന്നിപ്പോൾ ഹുക്ക് കയറിയാനെ. ഹുക്കും കൂടെ കയറേണ്ട കുറവേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റായിരിക്കുക. അപ്പം ഇതാ നമുക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന മീൻ കേട്ടോ. തുറക്കടാ അങ്ങോട്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാലോ കേട്ടോ. ആണോ? അപ്പം ഇവനെ നമുക്ക് ഇട്ടേക്കാം കേട്ടോ. ഇട്ടിട്ട് 2 കാശൂടെ കാശ് ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞുകൊണ്ട് നമുക്ക് അധികം നേരം കാസ്റ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വരാലടിക്കുന്നതിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ബെയ്റ്റ് കാസ്റ്റും കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അധികം ദൂരം എറിയുന്നതിൻ്റെ പ്രശ്നം ഉണ്ടാകത്തില്ല കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ പൊക്കോളും. അപ്പോൾ ചാമരെ നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചാർജില്ല, ചിലപ്പോൾ ഓഫായിട്ട് ഇവിടെ കൂടെ അല്ലേ. ഇവിടെ ആരുമില്ല കേട്ടോ ഇന്ന്. അപ്പണ്ണൊക്കെ സ്ലിം ഷോട്ട് അടിക്കാൻ പോയിരിക്കുകയാണ്. മച്ചമാരെ അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വരാല കേട്ടോ ഇത്. 1, 2, 3, 4, 5 വരാൽ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം നല്ല സൈസ്. ഈ 2 സൈസ് ഒരു ഇടത്തര സൈസ് വരാലുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല സൈസ് വരാല. കൂടെ ആരുമില്ല, എല്ലാം കാണിക്കായിരുന്നു കേട്ടോ മീനെ വൃത്തിക്ക്. കണ്ടോ, അത്യാവശ്യം നല്ല സൈസ് വരാലോ കേട്ടോ ഇതൊക്കെ. കണ്ടോ, അതുപോലെ തന്നെ ഈ സൈസൊക്കെ ഉണ്ടോ. വേറെ നല്ല ആക്റ്റീവ് കേട്ടോ എപ്പോഴും. കണ്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് വരാലോ കേട്ടോ. ഇതൊക്കെ നല്ല സൈസ് വരാല. ഈ ഒരു വരാൽ മാത്രമേ ഉള്ളൂ, ഇത് 2 മാത്രമേ ഉള്ളൂ നമുക്കൊരു ഇടത്തരം സൈസ് വരാൽ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇത് നാടനൊന്നും അല്ല, വിയറ്റ്നാമുണ്ട്. വിയറ്റ്നാമും നാടനും ഒക്കെ ക്രോസ് ആയിട്ട് വന്നിരിക്കുന്ന സാധനം കേട്ടോ. കണ്ടോ, എല്ലാം നല്ല സൈസ് വരാലുകളാണ്. കണ്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഹുക്കപ്പ് റേഷ്യോയും കാര്യങ്ങളും എന്തുമാത്രം ഉണ്ടെന്ന്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ കാര്യമായിട്ടുള്ള ഹുക്കപ്പും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല, ചെറിയ ഹുക്കപ്പേ കൊടുക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചൂണ്ടയൊന്നും ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതെന്തോ ഡാമേജ് ആയിരുന്നു തോന്നുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതുപോലെ തന്നെ ചൂണ്ട പിടിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ചൂണ്ട പിടിക്കാൻ മറന്നിട്ടില്ല കേട്ടോ. അപ്പം ഇനി വരുന്ന വീഡിയോസ് നമ്മളൊരു പുതിയ സ്റ്റിക്കായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം 1-2 സ്റ്റിക്കിൻ്റെ കാര്യങ്ങൾ ഞാനിങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട് ഷോപ്പ് ഓണേഴ്സിനോടൊക്കെ. അപ്പം നമുക്ക് കാണാം. അടിപൊളി അടിച്ചു അടുത്ത വരാൻ അടിച്ചിട്ടുണ്ട്.